പുഡിങ്ങിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഈ ഒരു പുഡിങ് നമുക്ക് വിപ്പിംഗ് ക്രീം അല്ലാണ്ട് ഫ്രഷ് ക്രീമും വെച്ചിട്ട് ചെയ്യാം. പിന്നെ വിപ്പിംഗ് ക്രീം ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു വിപ്പിംഗ് ക്രീം ഒട്ടും മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ കുറച്ച് മധുരമുള്ള ക്രീമാണെങ്കിൽ നല്ലതായിരിക്കും. നാട്ടിലാണെങ്കിൽ ഫിയോണ അങ്ങനത്തെ ബ്രാൻഡൊക്കെ യൂസ് ചെയ്യുക. പുറത്തൊക്കെ ആണെങ്കിൽ മാക്ടോപ്പൊക്കെ നല്ല ബ്രാൻഡാണ്. പിന്നെ നിങ്ങൾക്ക് ഡ്രീം വിപ്പിൻ്റെ പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതിന് അത്യാവശ്യം പഞ്ചസാരയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് മാത്രമേ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു വിപ്പിംഗ് ക്രീമാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ആദ്യം നമുക്ക് ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. മിക്സി വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലാസ്റ്റ് ക്രീം സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടും. ഇപ്പം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാര തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഐസിങ് ഷുഗർ ചേർത്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത് വെച്ച ക്രീം ചേർത്ത് കൊടുക്കണം. അതിൽ നിന്ന് 1 കപ്പ് ക്രീമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഈ സൈഡിലുള്ളതൊക്കെ ഒരു സ്പാച്ചുല വെച്ചിട്ട് താഴ്ത്തി കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തന്നെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്റ്റിഫാക്കി കിട്ടിയിട്ടുണ്ട്. ഒരു സ്പാച്ചിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും താഴേക്ക് പോകരുത്. താഴേക്ക് വീണാലും കുഴപ്പമൊന്നുമില്ല. ഇത് കേക്കിനൊന്നും ചെയ്യാനല്ലല്ലോ. പക്ഷെ കുറച്ച് പെർഫെക്ഷൻ വേണം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഞാൻ 1.5 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം കോഫി പൗഡർ ചേർത്തിട്ട് നല്ല സ്ട്രോങ് കോഫി ആക്കി എടുക്കണം. ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പുഡിങ് ലെയർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ലെയർ ക്രീം ലെയറാണ്. ഞാൻ ഇതുപോലത്തെ ഒരു പുഡിങ് ട്രേ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചെറിയൊരു കനത്തിൽ ക്രീം ലെയർ കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ നിരപ്പാക്കി കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ്. ഇതാ ഇതുപോലത്തെ ബിസ്ക്കറ്റ്. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോഫിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ലെയറാക്കി എടുക്കണം. രണ്ടാമത്തെ ലെയർ ബിസ്ക്കറ്റ് ലെയറാണ്. അപ്പോൾ ഈ വരുന്ന ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ആവുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ ലാസ്റ്റ് കട്ട് ചെയ്യാനും എളുപ്പമായിരിക്കും. ഇനി അടുത്ത ലെയർ ചെയ്യാം. ഈ ക്രീം ലെയർ തന്നെയാണ് അടുത്ത ലെയർ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കൊക്കോ പൗഡർ വിതറി കൊടുക്കുക. അതുപോലെ ചെറിയ ചെറിയ പീസ് ചോക്ലേറ്റിൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതലൊന്നും വേണ്ട, അവിടെ ഇവിടെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ബിസ്ക്കറ്റ് കോഫിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ലെയർ ചെയ്തെടുക്കാം. പിന്നെ ക്രീം ലെയർ, ബിസ്ക്കറ്റ് ലെയർ അങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കുക. അവസാനത്തെ ലെയർ ക്രീം ലെയർ ആയിരിക്കണം.
അവസാനം ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച സ്പാച്ചുല ഒന്ന് നനച്ചെടുക്കണം. എന്നിട്ട് വേണം ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നേരത്തെ എടുത്ത കൊക്കോ പൗഡറും ചോക്ലേറ്റിൻ്റെ പീസസും ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഐസ് ബോക്സ് കേക്ക് എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. ഇത് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത് ഫ്രീസറിൽ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു 3-4 മണിക്കൂർ നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ ലെയറായിട്ട് ഉണ്ടാവാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. പുഡിങ്, ഐസ് ബോക്സ് കേക്ക്, അങ്ങനെ എന്തും പറയാം. നല്ലൊരു പാർട്ടിക്കൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം. ഞാൻ പറഞ്ഞ പോലെ ഐസിങ് ഷുഗർ ചേർക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്